ആർക്കും വിരോധമില്ല. വേണമെങ്കിൽ പരാതി കൊടുക്കാൻ ഞാനും തയ്യാറാണ്. ഫേസ്ലെസ് ആണ്. നമ്മള് ഒരാഴ്ച മുമ്പ് കണ്ടത് ഹണി റോസ് സോഷ്യൽ മീഡിയയിലൊക്കെ ആരവം സൃഷ്ടിച്ച് വിജയത്തില് നിൽക്കുന്നതാണ്. ഇന്ന് ഹണി റോസിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. താങ്കളുടെ വാദങ്ങളെ ആയുധമാക്കി, ഒരുപക്ഷെ താങ്കൾ നേരിട്ട് ഇടപെട്ടില്ലെങ്കിൽ കൂടിയും ആയുധമാക്കി സമൂഹ മാധ്യമങ്ങളിൽ അത് ഹണി റോസിനെതിരെയും അവരുടെ കുടുംബത്തിനെതിരെയും തിരിച്ചുവിട്ടുണ്ട്. അവര് തന്നെ സൂചിപ്പിച്ച പോലെ ആത്മഹത്യയുടെ മുനമ്പിൽ നിൽക്കുന്നത് പോലെയാണ് അവർ നിൽക്കുന്നത്, മാനസികമായും സാമൂഹ്യപരമായും. കാരണം അത്രയേറെ ഹേറ്റ്രഡ് അവർ സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ സമ്പാദിച്ചിരിക്കുകയാണ്. ബോച്ചെ പറഞ്ഞതിനെ ആരും ന്യായീകരിക്കുന്നില്ല. ബോച്ചെ ഹണി റോസിനോട് മാപ്പ് പറയണമെന്ന് തന്നെ ആദ്യം പറഞ്ഞ വ്യക്തികളൊന്നും ഞാനാണ്. ബോച്ചയുടെ വാക്കുകൾക്ക് മാന്യത വേണം, ഹണി റോസിന്റെ വസ്ത്രത്തിന് മാന്യത വേണം. എന്തുകൊണ്ടാണ് ഒരാഴ്ച മുമ്പ് ഇത്രയും സ്റ്റാറായി നിന്ന ഒരാൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നു? നമുക്കൊന്ന് നോക്കാം. ഹണി റോസ് ഒരു നടിയാണ്. പക്ഷെ ഒരു നടി എന്നുള്ള നിലയിൽ അവരുടെ സിനിമകളൊന്നും അത്ര നല്ല രീതിയിൽ ഓടിയിട്ടില്ല. ട്രിവാൻഡ്രം ലോഡ്ജാണ് ഒരുവിധ കുഴപ്പമില്ലാതെ ഓടിയ സിനിമ. പക്ഷെ അതിനുശേഷം അവർക്ക് ആ നടി എന്നുള്ള രീതിയിൽ പേരെടുക്കാൻ പറ്റിയില്ല. അടുത്ത കാലത്ത് ഇറങ്ങിയ മോൺസ്റ്റർ പോലുള്ള സിനിമകള് സൂപ്പർ സ്റ്റാറിന്റെ കൂടെ അഭിനയിച്ചിട്ട് പോലും ഒരു ഗുണവും ഉണ്ടാക്കിയില്ല അവരുടെ ലൈഫില്. പക്ഷെ അവർ മറ്റൊരു രീതിയിൽ അവരുടെ ജീവിതമാർഗം കണ്ടെത്തുകയായിരുന്നു. ഇനാഗുറേഷൻ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു കാലത്ത് ഇനാഗ്രേറ്റ് ചെയ്യാൻ വ്യവസായികള് ആദ്യം വിളിക്കുന്ന അല്ലെങ്കിൽ ആദ്യം ഓർക്കുന്ന പേര് ഹണി റോസിന്റെ ആയിരുന്നു. അതിന് കാരണം ഹണി റോസ് വന്നാൽ അവിടെ ആള് കൂടും. അതിന് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. അതെന്തോ ആവട്ടെ, നമ്മളത് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. ആ ഒരു പടി നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ സോഷ്യൽ മീഡിയ അവരെ തലക്കും വിലങ്ങും ഇട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അവരുടെ ആകാരപടിവിനെ കുറിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ അവരിടുന്ന പോസ്റ്റുകൾക്ക് താഴെയും അതുപോലെ ക്ലിക്ക് ബൈറ്റുകൾ ഇട്ടും എല്ലാം അവർക്ക് എതിരായിട്ട് അല്ലെങ്കിൽ അവരെ താഴ്ന്ന രീതിയിൽ സംബോധന ചെയ്തുമൊക്കെ പോസ്റ്റുകൾ അല്ലെങ്കിൽ കമന്റുകൾ വരാറുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ. പക്ഷെ അവരതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുകയായിരുന്നു. അതൊരു നല്ല കാര്യമായിരുന്നു. പെട്ടെന്നൊരു ദിവസം ബോബി ചെമ്മണ്ണൂരിന്റെ കടയുടെ ഉദ്ഘാടനത്തിന് അവരെ വിളിക്കുന്നു. അവിടെ വെച്ച് ബോബി ചെമ്മണ്ണൂർ അവരെ അധിക്ഷേപിച്ചു എന്നാണ്, അതായത് വോക്കലി അധിക്ഷേപിച്ചു, അയാളുടെ സമീപനം ശരിയല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു പോസ്റ്റ് ഇടുന്നു. അതിനകത്ത് ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറയുന്നില്ല. പക്ഷെ അതിനുശേഷം 10-27 പേര് അതിന്റെ താഴെ, ആ പോസ്റ്റിന് താഴെ ഇട്ട കമന്റിന് 10-27 പേരെ അവര് പേരെടുത്ത് പറയുന്നു. പോലീസ് അതിലൊരാളെ പിടിക്കുന്നു. അവിടെ വരെ കാണികളെല്ലാം, സോഷ്യൽ മീഡിയയിലെ ഓഡിയൻസ് എല്ലാം ഹണി റോസിന്റെ കൂടെ നിൽക്കുന്നു. ഹണി റോസിനെ എല്ലാവരും കൈയടിച്ച് സപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവര് ബോച്ചയുടെ പേരെടുത്ത് പറഞ്ഞ് ബോച്ചയ്ക്കെതിരെ കേസ് കൊടുക്കും. അതും സോഷ്യൽ മീഡിയ ആരവത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. സോഷ്യൽ മീഡിയ മാത്രമല്ല, സിനിമാ സംഘടനയായ അമ്മ, അതുപോലെ തന്നെ മീഡിയകള്, സാധാരണ മനുഷ്യര്, ഇവരെല്ലാവരും ഹണിയുടെ ഒപ്പമായിരുന്നു. കാരണം ബോച്ചെ സ്ത്രീകളെ കുറിച്ചുള്ള അയാളുടെ സമീപനം അതൊന്നും ശരിയല്ല എന്ന് പൊതുവിലൊരു അഭിപ്രായമുള്ളതുകൊണ്ട് ഹണി റോസിന് ഭയങ്കരമായ പിന്തുണ കിട്ടും. പക്ഷേ കളി ചെറുതായിട്ട് മാറി തുടങ്ങിയത് അവിടെ വെച്ചായിരുന്നു. ബോച്ചനെ അറസ്റ്റ് ചെയ്യുന്നു, കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ബോച്ചയുടെ ആരാധകർ വരുന്നു, ബോച്ചയെ കൈ ഉയർത്തി കാണിക്കുന്നു. അവിടെയും ഹണി റോസിന് പിന്തുണ കിട്ടുന്നു. അതിനുശേഷം ബോച്ചയ്ക്ക് ജാമ്യം നിഷേധിക്കുന്നിടത്ത് കളി കംപ്ലീറ്റ്ലി മാറി. പിന്നെ ഹണി റോസിനെ വാഴ്ത്തിപ്പാടിയവർ ഹണി റോസിനെതിരാവും. സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും ഹണി റോസിനെ കുറിച്ച്, അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ച് സംസാരിക്കുന്നു. അതിന് മാറ്റുകൂട്ടാൻ രാഹുൽ ഈശ്വർ പ്രത്യക്ഷപ്പെടുന്നു. ബോച്ചയുടെ വാക്കുകൾക്ക് മാന്യത വേണം, ഹണി റോസിന്റെ വസ്ത്രത്തിന് മാന്യത വേണം. 99% മാധ്യമങ്ങളും ഹണി റോസിനൊപ്പം നിന്നപ്പോ 99% സാധാരണ മലയാളികളും രാഹുൽ ഈശ്വർ പറഞ്ഞ പോയിന്റിനൊപ്പം നിൽക്കുന്നതും നിങ്ങളുടെ ചാനൽ ചർച്ചയിൽ വരുന്ന കമന്റുകളും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. രാഹുൽ ഈശ്വർ പറയുന്നത് ശരിവെക്കാൻ ആൾക്കാർക്ക് തോന്നുന്നതിന്റെ കാരണം, രാഹുൽ ഈശ്വർ ഒരിക്കലും അവരുടെ വസ്ത്രധാരണത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അത് പ്രസന്റ് ചെയ്യുന്ന രീതി ശരിയല്ല എന്നാണ്. സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായിട്ടാണല്ലോ ബോച്ചനെ പിടിച്ചകത്തിട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹണി റോസിനെയും ഈ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കണമെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ഹണി റോസിന് മുൻപും പിൻപും ഒക്കെ ആൾക്കാര് ഇനാഗ്രേഷന് വന്നിട്ടുണ്ട്. ഇപ്പോ ലിച്ചി, മാളവിക മുതലായവരും ഇതുപോലെ തന്നെ ഹണി റോസിനെ പോലെ തന്നെ വസ്ത്രധാരണം ചെയ്ത് എത്തുന്നവരാണ്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ഇവരാരും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ആർക്കെതിരെയും സംസാരിക്കുന്നില്ല. കിട്ടുന്നത് മേടിച്ച് വീട്ടിൽ പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ലിച്ചി എന്ന് പറയുന്ന നടി മാളവിക ഇതിനു മുമ്പുള്ള ആളാണ്. ലിച്ചി എന്ന് പറയുന്ന നടി ഹണി റോസിനെ കണ്ടിട്ടാണ് ഈ ഒരു പാത പിന്തുടരുന്നതെന്ന് നമുക്ക് തോന്നും. എന്താണെങ്കിലും കൊള്ളാം, ഹണി റോസ് ഇപ്പോൾ ഒരു വലിയ ഡൗൺഫോളിലാണ്. രാഹുൽ ഈശ്വറാണ് സോഷ്യൽ മീഡിയ ഇളക്കി വിട്ടതെന്നാണ് ഹണി റോസിന്റെ ഭാഷ്യം. ഇപ്പോ ഹണി റോസിനെ സംബന്ധിച്ച് തന്റെ പുതിയ സിനിമ 10-ാം തീയതി ഇറക്കാനിരുന്നാണ്. അതിന്റെ
റിലീസ് ഡേറ്റ് അവർ മാറ്റിവെച്ചിട്ടുണ്ട്. കാരണം ഇത്രയും ഹേറ്റഡ് ഉള്ളപ്പോ ആ സിനിമ ഇറക്കിയാൽ അതിന് കൂവലല്ലാതെ വേറൊന്നും കിട്ടില്ല എന്ന് അവർക്ക് ഉറപ്പാണ്. പിന്നെ സിനിമാ മേഖലയിൽ ബാക്കി എല്ലാവരും കൈവിട്ട നിലയിലാണ്. കാരണം ബോച്ചേനെ ആർക്കും പേടിയില്ലായിരിക്കാം, പക്ഷെ സമൂഹത്തെ എല്ലാവർക്കും പേടിയാണ്. ഒരാഴ്ച മുമ്പേ പ്രത്യക്ഷത്തിൽ സപ്പോർട്ടുമായി വന്നവരൊക്കെ ഇപ്പോ അപ്രത്യക്ഷത്തിലായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇനാഗ്രേഷൻ വെച്ചാണ് അവർ ജീവിച്ചത്. സിനിമാ മേഖലയല്ലായിരുന്നു അവരുടെ ഫീൽഡ്. കുറച്ചു കാലമായിട്ട് ഈ വ്യാപാര വ്യവസായ അസോസിയേഷൻ ഒക്കെ ഉണ്ട്. ഇവരെല്ലാവരും എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും കാര്യം വരുമ്പോ ഒരുമിച്ച് നിൽക്കും. കാരണം ബോച്ച എന്ന് പറയുന്നത് അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഇനാഗ്രേഷന് വേണ്ടി ഹണി റോസിനെ ആരും വിളിക്കാൻ സാധ്യത ഭയങ്കര കുറവാണ്. അഥവാ ഇനിയും അങ്ങനെ ആരെങ്കിലും സാഹസം എടുത്താൽ അവിടെ കൂക്കുവിളികളുമായി ബോച്ചയുടെ ഫാൻസും ഉണ്ടായിരിക്കും. രാഹുൽ ഈശ്വറിന് ഫുൾ സപ്പോർട്ടുമായിട്ട് ഇപ്പോ എല്ലാവരും പുറത്തുണ്ട്. രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് ഇപ്പോ കേസ് കൊടുത്തിരിക്കുകയാണ്. രാഹുൽ ഈശ്വർ പറയുന്നത് അത് താൻ തന്നെ വാദിക്കും എന്നാണ്. അതെല്ലാ ന്യായങ്ങളും തന്റെ ഭാഗത്തുണ്ടെന്ന് തന്നെയാണ്. അത് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണെങ്കിലും ബോച്ച ഇനിയും പുറത്തിറങ്ങുന്നതിന് മുമ്പ് ചിലപ്പോൾ കുറച്ചു ജയിൽവാസം കിട്ടിയെന്നിരിക്കാം, ഏറ്റവും കൂടിപ്പോയാല്. എന്താണെങ്കിലും അദ്ദേഹം പുറത്തിറങ്ങുമ്പോ തന്റെ കറകൾ മുഴുവനും കഴുകി ഇറക്കിയിട്ടായിരിക്കും പുറത്തിറങ്ങുക. കാരണം അയാളുടെ ദയനീയമായ അവസ്ഥ എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഈ ഒരു അവസ്ഥയിലേക്കൊന്നും അയാളെ എത്തിക്കേണ്ടായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയുടെ ഹണി റോസിനോടുള്ള അഭിപ്രായം. എന്താണേലും വീണ്ടും നന്മമരവും ആരാധ്യ പുരുഷനും ഒക്കെ ആയിട്ട് ബോച്ച ഉയർത്തെഴുന്നേൽക്കും. ഹണി റോസ് കളി നിർത്തേണ്ടടുത്ത് നിർത്താതെ പോയതാണ് ഹണി റോസിന്റെ പ്രോബ്ലം. കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഈ കളി നിർത്തിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം നിർത്താൻ പറ്റിയിരുന്നുവെങ്കിൽ ബോച്ചയ്ക്കെതിരെ കേസ് കൊടുത്തതിന് ശേഷവും അവരുടെ കൂടെ ആള് നിന്നേനെ. എന്താണെങ്കിലും ഹണി റോസ് വിജയം തടക്കി പിടിച്ച് ചെയ്തത് അവരുടെ തന്നെ വീഴ്ചയ്ക്കുള്ള കാരണമായിട്ടുണ്ട്. ഇപ്പോ ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ബോച്ചയുടെ ഉയർത്തെഴുന്നേൽപ്പ് ഉൾപ്പെടെ നമുക്ക് ഇനിയും കാണാം. ബൈ.